ഇനി നമുക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര ടെർമിനലിനെ കുറിച്ച്, അന്താരാഷ്ട്ര സീപോർട്ടിനെ കുറിച്ച് ഈ ഇടയ്ക്ക് തന്നെ വാർത്തകളിലെല്ലാം വലിയ വാർത്തയായി വന്നതാണ്. രാഷ്ട്രീയമായും മറ്റും വലിയ ഡിസ്കഷൻ നടന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഡീപ് സീ ഒരു നാച്ചുറൽ പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട്. ഏറ്റവും പ്രധാനമായിട്ട് നോട്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. ഏറ്റവും താഴ്ചയുള്ള ഒരു മദർ പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട്. ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ട്രാൻസ്ഷിപ്മെന്റില് വിഴിഞ്ഞം പോർട്ടിന് വലിയ ഒരു പങ്ക് വഹിക്കാൻ കഴിയും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാല് വലിയ ഷിപ്പുകൾ ചെറിയ പോർട്ടുകളിൽ പോകാൻ പറ്റത്തില്ല. ഓരോ പോർട്ടിനും ഓരോ കപ്പാസിറ്റി ഉണ്ട്. അത് ഡിസ്ചാർജിന്റെ കാര്യത്തിലായാലും തന്നെ, അല്ലെങ്കിൽ ലോഡിങ്ങിന്റെ കാര്യത്തിലായാലും തന്നെ, അല്ലെങ്കിൽ കപ്പൽ വന്ന് അടുക്കുന്ന കാര്യത്തിലായാലും തന്നെ പല കപ്പാസിറ്റികളുണ്ട്. വിഴിഞ്ഞം ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ ഒരു മദർ പോർട്ടാണ്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞ പോർട്ടിന്റെ പണികളൊന്നും മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിന്റെ ആക്ടിവിറ്റീസ് ഒന്നും ആരംഭിച്ചിട്ടില്ല. CHA നമ്മുടെ കാർഗോ ഏജൻസികൾ അവിടെ വന്ന് ഓപ്പറേഷൻ തുടങ്ങിയിട്ടില്ല. എങ്കിൽ പോലും വിഴിഞ്ഞ പോർട്ടിന് വരുന്ന ഭാവിയിൽ വലിയ തരത്തിലുള്ള, അവിടെ ഇപ്പൊ ഓൾറെഡി വലിയ ട്രാൻസ്ഷിപ്മെന്റ്സ് നടക്കുന്നുണ്ട്. നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്ര കണ്ടെയ്നറുകൾ വിഴിഞ്ഞ സീപോർട്ടിൽ വന്നിട്ട് പോകുന്നുണ്ട്. അങ്ങനെ വിഴിഞ്ഞം പോർട്ട് ഒരു വലിയ ഒരു സാധ്യതയാണ്. അത് മാത്രമല്ല, പ്രൈവറ്റ് ഓപ്പറേഷനിലാണ് വിഴിഞ്ഞം പോർട്ട്. അദാനി പോർട്സ് ആണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. കേരള സർക്കാരിന് വേണ്ടി അത് ഹാൻഡിൽ ചെയ്യുന്നത് അദാനി പോർട്സ് ആണ്. അവിടെ ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളതായിട്ട് വരുന്നു. ഇനിയും ഒരുപാട് സൗകര്യങ്ങൾ വരുന്നു. അത്തരത്തിൽ നോക്കുമ്പോൾ പ്രധാനമായിട്ടുള്ള ഒരു ഇന്ത്യയിലെ പ്രധാന പോർട്ടായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു കണ്ടെയ്നർ ഒരു സീപോർട്ടാണ് വിഴിഞ്ഞം പോർട്ട്. വിഴിഞ്ഞം പോർട്ടിൽ നിന്നും നമുക്ക് വലിയ തരത്തിലുള്ള എക്സ്പോർട്ട് സാധ്യതകൾ ഉണ്ടാവും. അടുത്ത് തന്നെ ഒരുപാട് എക്സ്പോർട്ട് കമ്പനികൾ, വെയർഹൗസ് കമ്പനികൾ, CHA കാർഗോ ഹാൻഡ്ലിംഗ് കമ്പനികൾ, ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം, കസ്റ്റംസ് ഏജന്റുമാര്, ഇങ്ങനെയുള്ള ഓഫീസുകളെല്ലാം അവിടെ വരും. ഷിപ്പിംഗ് കമ്പനീസിന്റെ ഓഫീസുകൾ വരും. അപ്പൊ അത് കഴിയുമ്പോൾ ആ ഇൻഫ്രാസ്ട്രക്ചർ അതിനോടൊപ്പം ഡെവലപ്പ് ആകുമ്പോൾ, ഇപ്പൊ വലിയൊരു ഹൈവേ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് വിഴിഞ്ഞം പോർട്ടിലേക്ക്. അപ്പൊ തീർച്ചയായിട്ടും വിഴിഞ്ഞം പോർട്ട് കേരളത്തിലെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സാധ്യതയായിട്ടാണ് വരുന്നത്. വിഴിഞ്ഞം പോർട്ടും നമ്മുടെ ഷിപ്പിംഗ് സാധ്യതകൾക്ക് വലിയൊരു ആസ്ഥാനമായിട്ട് മാറാൻ പോകുന്നു. കേരളത്തിന്റെ വ്യവസായ വികസനത്തിന് വലിയൊരു മാതൃകയാകാൻ പോകുന്നത്, വലിയൊരു കാരണമാകാൻ പോകുന്നത് വിഴിഞ്ഞം പോർട്ടാണ് എന്ന് പറയേണ്ടി വരും.